ചേച്ചി പുതിയ അസിസ്റ്റന്റ് കളക്ടറെ കണ്ടോ? ഇല്ല. അയ്യോ, ഒരു കൊച്ചു പയ്യൻ, കാണാൻ നല്ല രസമുണ്ട്. പാവന്നേ, കണ്ടൊരു കോളേജ് കുട്ടിയൊക്കെ തോന്നുന്നു. തീരുമാനം അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളവിടെ കണ്ടതുപോലെ ഹലോ കളക്ടർ വന്നു, അങ്ങോട്ട് എഴുതിക്കോ. ഒന്നേ കണ്ടുള്ളൂ, കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നാണ്. നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകണ്ട. നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്തെ ഒരു ലോങ് ടൈം പീസും ഹാർമണിയും കൂടെ നോക്കണ്ട. സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. ഇത് കളക്ടർ സോമസുന്ദരം ആവശ്യമുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എനി ഡൗട്ട്സ്? സർ, കല്യാണം കഴിച്ചതാണോ? ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. ആഫീസർമാരായ ഇങ്ങനെ എന്തൊരു ഐശ്വര്യം, എന്തൊരു തേജസ്, എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. ആളൊരു വേന്ദ്രനാ. എന്താ സാർ? ഒന്നുമില്ല, ഇത്ര ചെറുപ്പത്തില് IAS അടിച്ചെടുത്ത് പറഞ്ഞല്ലോ. എനിക്കാണ്. അപ്പൊ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കയറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്. നമ്മളൊരു ഉത്തരവ് കൊടുക്കുന്നതും അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ഇത്. നന്നായി പഠിപ്പിക്കും, ശുദ്ധഭാവം. പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം, ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം സർ, അവരെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പുതിയ ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവും മിസ് മുഖർജിക്ക്. അല്ലോ, നമ്മളിപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. അതിന്റെ അന്വേഷണം. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ, അതും ഈ തണുപ്പത്ത്. മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.